ഇപ്പോൾ യുവമോർച്ച നേതാവ് മനു പ്രസാദ് കൂടി ചേർന്നുണ്ട്. ശ്രീ മനു പ്രസാദ്, രാഹുലിന് ഒരു സസ്പെൻഷനിൽ മാത്രമാണ് ഇപ്പോൾ ഒതുക്കിയിട്ടുള്ളത്. ശക്തമായ രാജി ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ എന്തുകൊണ്ടാകാം ഈ ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കി എന്നുള്ളൊരു ചോദ്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജിവെച്ച് കഴിഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും. അവിടെ ശക്തമായൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമോ എന്നുള്ളൊരു ഭയം തന്നെയാണ് പാർട്ടിക്ക് ഉള്ളത്. ഒരുപക്ഷെ അത് തന്നെയല്ലേ കാര്യം? അല്ല, കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ മുഴുവൻ വെല്ലുവിളിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇവിടെയുള്ള മലയാളികൾ മുഴുവൻ മണ്ടന്മാരാണെന്നും അവർക്ക് കാര്യങ്ങളെ കുറിച്ച് ബോധ്യതയില്ലാതെ പറ്റിക്കാൻ എളുപ്പമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്തരം ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് പണ്ട് ഇതൊക്കെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇത്തരം ആരോപണ വിധേയരാകുന്ന ആളുകളെ അവർ സ്ഥിരമായി ചെയ്യുന്നത് കട്ടൻ ചായ കുടിക്കാൻ പാടില്ല, ദേശാഭിമാനി വായിക്കാൻ പാടില്ല, പരിപ്പുവട കഴിക്കാൻ പാടില്ല തുടങ്ങിയ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കി എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൽ പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വരുത്തിയിരിക്കുന്നത്. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ MLA ആയി പാലക്കാട് ജനതയ്ക്ക് വേണ്ട എന്ന് ഞങ്ങൾ തുടക്കത്തെ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോലും അല്ല രാഹുൽ മാങ്കൂട്ടം എന്ന നിലയിലേക്കാണ് അവരിപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസുകാർക്ക് വേണ്ട, കോൺഗ്രസിന്റെ MLA ആയി പോലും കോൺഗ്രസിന് വേണ്ട എന്നവർ പരസ്യമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ MLA ബോർഡ് വെച്ചുകൊണ്ട് കേരളത്തിൽ നടക്കാം എന്ന് ഇനി വിചാരിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസുകാർ പ്രതിരോധിക്കില്ല, കോൺഗ്രസുകാർ ഒന്നും പറയില്ല, ഞങ്ങളുടെ MLA അല്ല എന്നൊക്കെ പറഞ്ഞ് ഗിമ്മിക്ക് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ MLA ബോർഡ് വെച്ച് രാഹുൽ മാങ്കൂട്ടം യാത്ര ചെയ്യാൻ യുവമോർച്ച അനുവദിക്കില്ല. അതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രണ്ട്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേവലം ഏതെങ്കിലും ഒരു മെസ്സേജ് അയച്ചതിന്റെയോ ഫോൺ വിളിച്ചതിന്റെയോ അല്ല പ്രശ്നം. വിശ്വസിച്ചു വന്ന പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച് മാനസിക സംഘർഷത്തിന് അടിമയാക്കി 2 ജീവനുകളെ കൊല്ലാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് രാഹുൽ മാങ്കൂട്ടം. അത്തരം ഗൗരവതരമായ ആരോപണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചില ഇക്കിളിപ്പെടുത്തുന്ന പൈങ്കിളി കഥകളെ മനു പ്രസാദ്, വളരെയധികം നന്ദി പ്രതികരിച്ചതിനായി.